ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ഈ കൊല്ലം 2024 വന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് ബുക്കാണ്. ഈ വർഷത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ് യൂണിറ്റ്? ദ വാംത്ത് ഓഫ് ലവ്. വാംത്ത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിൻ്റെ ഊഷ്മളത. വാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? വാം എന്ന് പറഞ്ഞാൽ ചൂട് അല്ലേ? നിങ്ങളുടെ അമ്മ വന്ന് നിങ്ങളെ കെട്ടിപ്പിടിക്കുകയാണ് അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുകയാണ് അല്ലേ? അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലേ, ആ ഒരു തോന്നലില്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ഈ പിക്ചറിൽ നോക്കിയേ, കണ്ടോ? അച്ഛനും അമ്മയും ഒരു കുട്ടിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ കണ്ടോ, അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയാണെങ്കിലും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പുറത്ത് പോവുകയാണെങ്കിലും അല്ലേ, ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സ്നേഹം, നിങ്ങൾ എന്താ പങ്കിടുന്നത്? ആ ഒരു സ്നേഹമാണ് നിങ്ങൾ പങ്കിടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? എർത്ത് ഈസ് എ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. സ്നേഹിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എവിടെ തന്നെയാണ്? ഈ ഭൂമി തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള സ്നേഹമുണ്ട് അല്ലേ? അമ്മയ്ക്കും അച്ഛനും മക്കളോടുള്ള സ്നേഹമുണ്ട്, നിങ്ങൾക്ക് കൂട്ടുകാരോടുള്ള സ്നേഹമുണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഈ പക്ഷിക്ക് തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ഇവിടെ ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ആദ്യത്തെ പിക്ചറിൽ എന്താ? ആദ്യത്തെ പിക്ചറിൽ ഒരു അമ്മയും മകനുമാണ് അല്ലേ? ഈ മകൻ്റെ മുഖത്തേക്ക് നോക്കിയേ, മകൻ സന്തോഷത്തിലാണ്, അമ്മയും സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ ആ കുട്ടിയുടെ പുറത്ത് ഒരു ബാഗ് ഉണ്ട് അല്ലേ? ബാഗ് ഉണ്ട്, അവൻ യൂണിഫോമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പിക്ചറിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? അമ്മ മകനെ സ്കൂളിലേക്ക് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ കുട്ടി കരഞ്ഞിട്ടാണ് നിൽക്കുന്നത്. യൂണിഫോമും ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്താണ്, ആദ്യത്തെ ദിവസം അവൻ ചിലപ്പോൾ സ്കൂളിൽ പോകണത് അല്ലേ? അപ്പോൾ അവന് തീരെ ഇഷ്ടമില്ല വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ കരയുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താണ്, അവൻ കരയുന്നത് നോക്കി നിൽക്കുന്നുണ്ട്, കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പിക്ചർ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത്. നോക്കാം നമുക്ക്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബവ്. ഈ മുകളിലുള്ള ചിത്രങ്ങളൊന്ന് നോക്കൂ. 2 boys are getting ready for school. 2 കുട്ടികളുണ്ട്. 2 കുട്ടികൾ എന്താണ്, സ്കൂളിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? എന്താണ് ഈ ആദ്യത്തെ കുട്ടി എന്താ ചെയ്യുന്നത്? സ്കൂളിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ബോയ് ഈസ് റെഡി ടു ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോവാൻ റെഡിയായിട്ട് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈസ് ഹി ഹാപ്പി? അവൻ്റെ മുഖം ഒന്ന് നോക്കിയേ, നിങ്ങൾക്കറിയാം അവൻ അവൻ്റെ അമ്മയെ നോക്കി ചിരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? യെസ്, ഹീ ഈസ് ഹാപ്പി. അതെ, അവൻ വളരെയധികം സന്തോഷത്തിലാണ്. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് അവൻ സന്തോഷവാനായിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിൽ പലരും പല രീതിയിൽ പല കാര്യങ്ങൾക്കാണ് അല്ലേ സന്തോഷം ഉണ്ടാവുക. ചിലർ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്, അപ്പോൾ ആ സ്കൂളിൽ കാണാനൊരു ഇഷ്ടം ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഒന്നിലേക്ക് പറയാം ഫ്രണ്ട്സിനെ കാണാൻ അല്ലേ? പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ അവന് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടമായിട്ടാണെന്ന് പറയാം. അപ്പോൾ എന്തെഴുതാം? ഹി വാണ്ട് ടു മീറ്റ് ഹിസ് ക്ലാസ്മേറ്റ്സ് ആൻഡ് ലേൺ ന്യൂ തിങ്സ് അല്ലേ? അവൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരെയൊക്കെ അവന് കാണുന്നുണ്ട് അല്ലേ? പരിചയപ്പെടണമെന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവന് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവൻ സ്കൂളിൽ പോവാൻ സന്തോഷവാനായിട്ട് ഇരിക്കുന്നത്. വാട്ട് അബൌട്ട് ദി സെക്കൻഡ് ബോയ്? കണ്ടോ, ഈ പിക്ചറിൽ എന്താണ്? രണ്ടാമത്തെ കുട്ടി കരയാണ്. എന്ത് പറയാം? ഹീ ഈസ് ക്രൈയിങ്. രണ്ടാമത്തെ കുട്ടി കരയാണ്. അടുത്തത് അവസാനത്തെ ചോദ്യം നോക്കാം നമുക്ക്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? അമ്മ എന്താ ചെയ്യുന്നത്? ഹിസ് മദർ ഈസ് ട്രൈയിങ് ടു സ്റ്റോപ്പ് ഹിം ക്രൈയിങ് അല്ലേ? അവൻ്റെ കരച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താനാണ് അമ്മ നോക്കുന്നത്. മദർ ഈസ് ട്രൈയിങ് ടു കൺസോൾ ഹിം എന്ന് പറയാം. ഈ സ്റ്റോപ്പ് ഹിം ട്രൈയിങ് നമ്മളെന്താണ്, കൺസോൾ ഹിം എന്നും വേണമെങ്കിൽ പറയാം. കൺസോൾ എന്ന് പറഞ്ഞാലും മീനിങ് എന്ത് തന്നെയാണ്? അവൻ്റെ ആ കരച്ചിൽ നിർത്താൻ നോക്കുകയാണ് അല്ലേ? അങ്ങനെ പറയാം. അവളുടെ ഉത്തരം
ഇനി എന്താണ് താഴെ കൊടുത്ത് നോക്കാം. നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് ഹിസ് ഓർ ഹെർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. നിങ്ങളുടെ ടീച്ചർ, നിങ്ങൾക്ക് ചിലപ്പോൾ ആ ടീച്ചർ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ടീച്ചർ ഹാപ്പി ആയിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തരും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ആദ്യത്തെ ദിവസം, സ്കൂളിലെ ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഹാപ്പി ആയിരുന്നോ? നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയോ? എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരോട് അത് ഷെയർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എഴുതുകയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിലർക്ക് ഇത് ഹോംവർക്കായിട്ട് കിട്ടാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. On my first day, I got up excited and put on my uniform for the first time. ആദ്യത്തെ ദിവസം എന്താണ്? ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് അല്ലേ, വളരെയധികം ആകാംക്ഷ നിറഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. അല്ല, ദിവസം ഞാൻ എണീറ്റപ്പോൾ തന്നെ പുതിയ യൂണിഫോമും ബാഗും കുടയൊക്കെ ആയിട്ടാണ് ഞാൻ സ്കൂളിൽ പോണത് അല്ലേ. പുതിയ സ്കൂളാണ്, കൂട്ടുകാരാണ്, അപ്പോൾ അവരെയൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. അപ്പോൾ വളരെയധികം ആകാംക്ഷയോട് കൂടിയാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന ദിവസം എണീറ്റത്. ആൻഡ് പുട്ട് ഓൺ മൈ യൂണിഫോം ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ടാണ് ആ യൂണിഫോം അല്ലേ, പുതിയതായിട്ട് തുന്നി വെച്ച ആ യൂണിഫോം ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഐ മെറ്റ് മൈ ക്ലാസ് ടീച്ചർ ഓൺ ദി ഫസ്റ്റ് ഡേ ഹു വാസ് വെരി ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ്. അപ്പം ഞാൻ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ ആദ്യം ആരെയാണ് കണ്ടത്? ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് ടീച്ചറെ കണ്ടു. ടീച്ചർ എങ്ങനെയാണ്? വെരി ഫ്രണ്ട്ലി അല്ലേ, വളരെയധികം സ്നേഹം നിറഞ്ഞൊരു ടീച്ചറാണ്. എന്നെ നല്ല രീതിയിലാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്തത് അല്ലേ, ആനയിച്ചത്. She introduced me to the other students and they all greeted me with a smile. എൻ്റെ പേര് ആരവ് എന്നാണെന്നും ഞാൻ ആ ക്ലാസ്സിലേക്കാണ് പഠിക്കാൻ വന്നതെന്നൊക്കെ എല്ലാവർക്കും ടീച്ചർ പറഞ്ഞു കൊടുത്തു അല്ലേ. ഷീ ഇൻട്രൊഡ്യൂസ് മീ ടു ദ അതർ സ്റ്റുഡൻസ്. ടീച്ചർ എന്നെ ബാക്കിയുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു അല്ലേ. നമ്മുടെ പേര് പറയാനൊക്കെ പറയില്ലേ, എൻ്റെ പേര് ഇതാണ്, ഞാൻ ഈ സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. അപ്പോൾ അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡ് ദേ ഓൾ ഗ്രീറ്റഡ് മീ വിത്ത് എ സ്മൈൽ. അപ്പോൾ പുതിയൊരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ്, നമ്മളെല്ലാവരും ചിരിച്ചു. അപ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എല്ലാവരും എന്നെ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. ഡ്യൂറിങ് ദി ബ്രേക്ക് ടൈം ഐ മെയ്ഡ് സം ന്യൂ ഫ്രണ്ട്സ് ആൻഡ് ഷെയർഡ് മൈ ലഞ്ച് വിത്ത് ദം. അപ്പോൾ ബ്രേക്കായി അല്ലേ, 2 പീരീഡ് കഴിഞ്ഞപ്പോൾ ബ്രേക്കായി, ഇൻ്റർവെല്ലായി. അപ്പോൾ ഇൻ്റർവെൽ സമയത്ത് ഞാൻ കുറച്ച് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്താണ്, ഞാൻ എൻ്റെ ലഞ്ച്, എൻ്റെ ഭക്ഷണം അവരുമായി ഷെയർ ചെയ്തു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഫീലിംഗ് അല്ലേ, വളരെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു ഇത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എന്തെഴുതാം? ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എഴുതാം. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പേജിൽ നിങ്ങൾ എഴുതാനുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്